CPM പ്രതിരോധത്തിലാണ്. CPM-നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കൂടിക്കാഴ്ച RSS ADGP കൂടിക്കാഴ്ച ആർക്കു വേണ്ടി എന്നുള്ളതാണല്ലോ. അത് ADGP-യുടെ സ്വകാര്യമായ താല്പര്യമായിരുന്നുവെങ്കിൽ ഇതിനെ ഇങ്ങനെയാണോ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കുക എന്നുള്ള ചോദ്യമാണ്. ഇതിനു മുമ്പ് പ്രതികരിച്ച സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ബെഹ്റയുടെ അടക്കം കാര്യങ്ങൾ. പക്ഷേ TP സെൻകുമാർ കുറച്ചുകൂടി വേറെ രൂപത്തിൽ പ്രവർത്തിക്കുകയും തീവ്രമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം സേനയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെ സെൻകുമാറുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നറിയാം എന്ന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ പോക്ക് ശരിയാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ശരിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണം ശരിയായി അതിനോട് അതിശക്തമായി പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണത്തിൽ എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു? ഈ നിശബ്ദതയ്ക്ക് ദീർഘമായ ഒരു സമയം കാലയളവുണ്ടായിരിക്കുന്നു ഈ നിശബ്ദതയ്ക്ക് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ RSS ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ അതിനെ ആ കൂടിക്കാഴ്ച നടന്നു എന്ന് തന്നെ പറയും, അതിനെ നിഷേധിക്കില്ല. പക്ഷേ പ്രാന്തകാരി അന്നത്തെ ഈശ്വർ അദ്ദേഹം അത് ആദ്യഘട്ടത്തിൽ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ ഈ ജയകുമാറിൻ്റെ റോൾ, ജയകുമാർ എന്ന് പറയുന്നത് സമ്പർക്ക് പ്രമുഖ് എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യലായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദേശീയ നേതാക്കളുമായി തന്നെയാണ് ബന്ധമുള്ളത്, മോദിയുമായിട്ടൊക്കെ ബന്ധമുള്ള പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്നുള്ളത് VIP-കളെ RSS-യുമായി അടുപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം പേറുന്ന ഒരു നേതാവ്, ആ നേതാവ് അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് എന്ന് ADGP അജിത് കുമാർ പറയുന്നു. പക്ഷേ ആ സഹപാഠിയാണെങ്കിലും ആ ദൗത്യം പേറുന്ന നേതാവുമായിട്ട് പ്രധാനപ്പെട്ട RSS നേതാക്കളെ എന്തിന് കാണുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഹൊസബളയ്ക്ക് എന്താണ് ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം കലക്കാനൊക്കെ ഹൊസബളെ നിൽക്കും, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട RSS-ന്റെ നേതാവല്ലേ എന്ന രൂപത്തിൽ BJP-യിൽ നിന്ന് പ്രതികരണം വരുന്നു. തൃശ്ശൂർ പൂരം കലക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള, അങ്ങനെ RSS അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്ത് അതിലേക്ക് പോയി എന്നുള്ളതല്ല. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അത് ADGP അജിത് കുമാറിന് വേണ്ടിയാണെങ്കിൽ തന്നെ ആ സ്വകാര്യ സന്ദർശനത്തിന് അദ്ദേഹത്തിന് എത്രത്തോളം അധികാരമുണ്ട്? ഒരു സർക്കാർ, ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആ സർക്കാരിൻ്റെ നയങ്ങൾ പാലിക്കാൻ ബാധ്യതയില്ലേ? ആ ബാധ്യതയില്ലായി തുടർച്ചയായി ഈ തരത്തിൽ റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തുന്നു, 2 തവണ എന്ന് പറയുന്നു. പിന്നീട് ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ച കുഴപ്പമില്ലാതെ നടന്നോട്ടെ എന്ന നിലപാടാണോ? ഔദ്യോഗിക വാഹനം അപ്പുറത്ത് മാറ്റിവെച്ചുകൊണ്ട് സ്വകാര്യ വാഹനത്തിൽ പോകുന്നു. അതേസമയം അദ്ദേഹത്തിന് ക്രമസമാധാനത്തിൻ്റെ ചുമതലയാണുള്ളത്. പ്രധാനപ്പെട്ട ചുമതല വഹിക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പല കേസുകളുടെയും കാര്യത്തിൽ എന്താണ് ഒരു മാന്ദ്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. അന്വേഷണം പകുതിക്ക് വെച്ച് നിൽക്കുന്നു. അത് കരുവന്നൂരിൻ്റെ കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതങ്ങനെ പറയുന്നു. അത് എക്സാലോജി കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും പറയുന്നു. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ സ്ഥലം മാറ്റം പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക്, ഒരു അറസ്റ്റിലേക്ക് റിമാൻഡ് റിപ്പോർട്ട് നൽകി അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥൻ കടക്കുമ്പോഴാണ് പ്രശാന്ത് കുമാർ പറയുന്ന ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് എന്ന് അവർ ആരോപിക്കുന്നു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് മറുപടി വേണ്ടേ? പാർട്ടിയെ സംബന്ധിച്ച് CPM ആദ്യം ഈ ഘട്ടത്തിൽ, ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ വളരെ നിസ്സാരമായി അവഗണിക്കുകയാണ് ചെയ്തത്. പക്ഷേ CPM സെക്രട്ടറി ചേരുന്നതിന് തലേ ദിവസം വ്യാഴാഴ്ചയാണ് ഇതിൻ്റെ ഒരു ഗൗരവം പാർട്ടി സെക്രട്ടറിക്ക് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് അതിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ തള്ളാൻ ശ്രമിച്ചു. കൂടിക്കാഴ്ച ഞങ്ങൾക്കെന്താണ് ഇത് അറിയേണ്ടത് എന്നൊക്കെ പറയുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ ഇതിനു മുമ്പ് പാർട്ടി പ്രതികരിച്ചിട്ടുള്ളത്. RSS എന്നുള്ളത് ഇവിടെ വിഭാഗീയത സൃഷ്ടിക്കുന്ന സംഘടനയാണ് എന്ന് ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി ഇതിൽ ശക്തമായി പ്രതികരിക്കേണ്ടേ? അപ്പോൾ ആ കൂടിക്കാഴ്ച ഞങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ തള്ളാനും ആ ഉദ്യോഗസ്ഥനെ നടപടി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെടാനും പാർട്ടിക്ക് കഴിയണ്ടേ? എന്തുകൊണ്ട് പാർട്ടി ആ രൂപത്തിൽ കാണുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു? ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിന് മറുപടി വേണ്ടതുണ്ട്. അതിന് പകരം കോൺഗ്രസിൻ്റെ കാലത്ത് ആ കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടല്ലോ, അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ ADGP അജിത് കുമാറിൻ്റെ നേരത്തെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ സമയത്ത് റിവ്യൂ ചെയ്യപ്പെടേണ്ടതുണ്ട്. ശബരിമല വിഷയം, സ്ത്രീ പ്രവേശം കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെ വത്സൻ തില്ലങ്കേരിക്ക് പ്രസംഗിക്കാൻ മൈക്ക് കൊടുത്ത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതിന് അദ്ദേഹം എങ്ങനെയാണ് വിശദീകരണം നൽകുക? ഇപ്പോൾ ഈ വിവാദങ്ങൾക്കൊടുവിൽ, ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അവിടെ പൂരം കലക്കുന്നു എന്ന വിഷയത്തിൽ അത് അന്വേഷണം ആവശ്യപ്പെട്ടു. വിവാദമായ ശേഷം ആ അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടത്തിയത് തന്നെ ADGP-ആണ്. ആ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ടോ? അതിന്മേൽ എന്താണ് ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ടിൽ എന്താണ് സർക്കാർ തീരുമാനിച്ചത്? ഒന്നും അറിയില്ലല്ലോ. പൂരം കലക്കി എന്നുള്ള വിവാദം ഉണ്ടായ ശേഷം അന്വേഷണം നടത്തിയിരിക്കുന്നു. അതും ഇദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതിന്മേലുള്ള റിപ്പോർട്ടിൽ എന്താണ് ഒരു രഹസ്യ സ്വഭാവം എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണമായി നിൽക്കുകയാണെങ്കിൽ അതിനൊരു കൃത്യമായ മറുപടി അവിടെ നൽകിയാൽ മതിയല്ലോ. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ബ്രാൻഡ് സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ അവിടെ തന്നെ ഈ RSS-ഉമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഇ പി ജയരാജനെതിരെ അവിടെ ഒരു വശത്ത് നടപടിയെടുക്കുന്നു. ഇപ്പുറത്ത് ഉദ്യോഗസ്ഥന്റെ മേൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് നടപടിയെടുക്കാത്തതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, പിന്നെ നവകേരള യാത്രയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐക്കാർക്കെതിരെ കേസെടുക്കാതിരിക്കുകയും അവർക്ക് അനുകൂലമായ, സർക്കാരിന് അനുകൂലമായ, അല്ലെങ്കിൽ CPM-നും ഡിവൈഎഫ്ഐക്കൊക്കെ അനുകൂലമായ നിലപാടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ADGPക്ക് എല്ലാ കാലത്തും ഒരു പ്രത്യേക രൂപത്തിൽ ആവേശം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതി നമ്മൾ കണ്ടത് സോളാർ കേസിൽ കണ്ടതാണ്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. പിന്നെ സരിതയുമായി ബന്ധപ്പെട്ട് സരിത്തിൻ്റെ കാര്യത്തിലുണ്ടായ കാര്യം, അന്ന് അദ്ദേഹത്തിനെ സ്ഥാനം മാറ്റുന്നു. പക്ഷേ 4 മാസത്തിനുള്ളിൽ അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി വലിയ പോസ്റ്റിലേക്ക് വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ADGPയെ വിളിച്ച് വിശദീകരണം തേടുന്നു. 1.5 മണിക്കൂർ ചർച്ചയുണ്ടാകുന്നു. ആ ചർച്ചയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കൂടിയുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ അതിന്മേൽ നടപടിയുണ്ടാകുമോ? 4 ദിവസത്തെ ഓണാവധിക്ക് പോകുന്ന ADGPയുടെ അവധി നീട്ടാൻ ആവശ്യപ്പെടും മുഖ്യമന്ത്രി എന്നുള്ള സൂചനകൾ കിട്ടുന്നു. അപ്പോൾ എന്തിനാണ് അവധി നീട്ടാൻ ആവശ്യപ്പെടുന്നത്? ഈ RSS-ഉമായി ഉള്ള കൂടിക്കാഴ്ചയാണോ? അങ്ങനെയെങ്കിൽ എന്താണ് ഇതിൽ ഒരു രഹസ്യ സ്വഭാവം? എന്താണ് ജനത്തിനറിയണ്ടേ? RSS ഇവിടെ വിഭാഗീയത സൃഷ്ടിക്കുന്ന വിഭാഗമാണ് എന്ന് അതിശക്തമായി പറയുകയും, നേരത്തെ പറഞ്ഞതുപോലെ ഗവർണർ അടക്കമുള്ള വിഷയങ്ങൾ, ഗവർണറുടെ RSS ബന്ധത്തെ ശക്തിയുക്തം എതിർക്കുകയും പരസ്യമായി പ്രതികരിക്കുകയും ചെയ്യുന്ന സർക്കാരും CPM-ഉം എന്തിന് ADGPയുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നു? ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായ വ്യക്തിക്ക് വേണ്ടി എന്തിനാണ് അങ്ങനെ മൗനം പാലിക്കുന്നത്? അവിടെയാണ് ആർക്കു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നു. Meet the editors.